ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാപ്പ്. കുറേ നാളിന് ശേഷമാണ് ഞാനിന്നൊരു വ്ളോഗ് ഇടുന്നത്. എന്താ സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തത്തയ്ക്ക് ഇപ്പോൾ 1 വയസ്സും 1 മാസവും ആയിട്ടുണ്ട്. നമ്മൾ തല മുണ്ടനം ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അഥവാ കേരള പഴനി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. തൃശ്ശൂരിൽ നിന്നൊരു 27 കിലോമീറ്ററോളം ഉണ്ട് ഉള്ളിലേക്ക് വരണം. നമ്മുടെ സുവോളജിക്കൽ പാർക്ക് അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ ക്ഷേത്രം ഉള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അടിവാരം ഗണപതി കോവിൽ എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞൊരു കോവിലുണ്ട് ഗണപതിയുടെ. അവിടെ തൊഴുതിട്ട് വേണം നമ്മൾ പടികൾ കയറി മുകളിൽ മുരുകനെ കാണാനായിട്ട്. സ്റ്റെപ്പൊക്കെ കയറുമ്പോഴത്തേക്കും എൻ്റെയൊക്കെ കാലൊക്കെ ഡിസ്കോ പരുവത്തിനായിട്ട് കാല് മുട്ടൊക്കെ 2 കൂട്ടിയിടിക്കാൻ തുടങ്ങി വിറച്ചിട്ട്. പക്ഷേ ഏട്ടനതൊന്നും കുഴപ്പമുണ്ടായില്ല. കാരണം ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വരണം, ഇതൊക്കെ ഒന്ന് കാണണം ഒക്കെ. ഒരു പ്രത്യേക ഒരു എന്താ പറയുക, മനസ്സിനും കണ്ണിനും ഒരു കുളിർമ തരുന്ന ഒരു എന്താ പറയുക, ഒരു അനുഭവമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ പോയിട്ട് റിസീപ്റ്റ് എടുത്തു. 455 രൂപയാണ് വന്നത് കേട്ടോ. തല മുണ്ടനം ചെയ്തതിന് ശേഷമാണ് നമുക്ക് തൊഴാൻ പറ്റുള്ളൂ. അങ്ങനെ തത്ത അവസാനമായപ്പോഴാണ് കേട്ടോ ഒന്ന് കണ്ണീര് പൊഴിഞ്ഞത്. കാരണം ആദ്യമൊന്നും കുഴപ്പമുണ്ടായില്ല. പിന്നെ തലമുടി ഇങ്ങനെ വടിച്ച് വരുമ്പോൾ വടിക്കുന്ന ചേട്ടൻ്റെ കൈ നെറ്റിയിലേക്ക് വന്നപ്പോഴാണ് തത്തയ്ക്ക് മനസ്സിലായത് മുടി മുറിക്കുകയാണ്, മുടി കളയുകയാണ് എന്ന്. അങ്ങനെ ബാലമുരുകൻ്റെ കുഞ്ഞ് വെയിലുണ്ടായിരുന്നു കയ്യിൽ. നമ്മൾ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ആരാണോ കുട്ടീനെ എടുത്തിട്ടുള്ളത് ആളുടെ ഷോൾഡറിൽ കാവടി വെച്ചിട്ട് നമുക്ക് അകത്ത് ഒന്നും കൂടി പ്രദക്ഷിണം വെക്കും കേട്ടോ. അങ്ങനെ ഒരു ചടങ്ങ് കൂടി ഉണ്ട്. ഫീഡിങ് റൂമുണ്ട്. അതുപോലെ മുടി വെട്ടി കഴിഞ്ഞാൽ മുണ്ടനം ചെയ്തതിന് ശേഷം കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് അവിടെ 3-4 പൈപ്പുകളും ബക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുളിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ തൊഴാനായിട്ട് അകത്തേക്ക് കയറുക. കഴിവതും വെയിലൊക്കെ വരുന്നതിന് മുന്നേ രാവിലെ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. കാരണം നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് നല്ല വെയിലായിരിക്കും. നമ്മൾ തലേദിവസം വിളിച്ച് ചോദിച്ചിരുന്നു, ടൈമൊന്നും ചോദിച്ചിരുന്നു. അപ്പോൾ 6 മണി തൊട്ട് 10 മണി വരെ, ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോൾ വന്നാലും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ ദിവസം 3-4 പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. തത്തയുടെ കൂടെ ഒരു കുഞ്ഞു ഉണ്ണി ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം പ്രായമായിട്ട് 3-4 വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നമ്മൾ മുണ്ടനം ചെയ്തതിന് ശേഷമാണ് വന്നത്. ഞാൻ തമിഴ്നാട്ടിലുള്ള പളനിയിൽ പോയിട്ടില്ല. അപ്പോൾ അതേപോലെ തന്നെയാണോ ഇവിടെയെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ടാണ് വഴിപാട് പ്രസാദം കിട്ടണമെങ്കിൽ നമ്മൾ ആ കൗണ്ടറിൽ തന്നെ പോകണം. പിന്നെ എല്ലാ ദിവസവും അന്നദാനം ഉണ്ട്. അന്നദാനം കഞ്ഞിയായിരുന്നു കേട്ടോ. കഞ്ഞിയും പയറും അച്ചാറും ആയിരുന്നു നമ്മൾ ചെന്ന ദിവസം ഉണ്ടായിരുന്നത്. പിന്നെ സ്റ്റെപ്പ് കയറാൻ പറ്റാത്തവർക്ക് ആയിട്ട് സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് കേട്ടോ. അതായത് കാറ് വണ്ടികളൊക്കെ അതിൽ വരും. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് എന്തായാലും സ്റ്റെപ്പ് കയറി പോകണം തന്നെയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചില്ല. കുഞ്ഞിനെ ഫുള്ള് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ അച്ഛൻ തന്നെയായിരുന്നു ഇട്ടെടുത്തത്. അങ്ങനെ അന്നദാനത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വീഡിയോ ബട്ടൺ ഓണാക്കാതെ വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് നമ്മളിത് വേഗം നേരം കളയാതെ ഭാഗ്യത്തിന് വെയിലൊന്നും കാര്യമായിട്ട് ഉദിച്ചില്ല കേട്ടോ. വേഗം നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം മഴ പെയ്യുമ്പോൾ ഇങ്ങനെ നിൽക്കാനായിട്ട് നല്ല രസമായിരിക്കും. ഞാനങ്ങനെ ചിന്തിച്ചു അവിടെ നിന്നപ്പോൾ. അങ്ങനെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.